ഹായ്. ഞാൻ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് മെയ്ഡ് യു എ ഹ്യൂമൻ ബീയിങ്? ഞാനൊരു മനുഷ്യനായിട്ട് ജനിച്ചു, അത് ശരിയാ. പക്ഷെ അതല്ലാണ്ട് അത് മാത്രമാണോ നിന്നെ ഒരു മനുഷ്യനാക്കുന്നത്? അതോ ഞാൻ ആൾക്കാരോട് പെരുമാറുന്ന രീതി, അവരെ കാണുന്ന രീതി, ഞാൻ എന്നെ കാണുന്ന രീതി, ഞാൻ എന്നെ ഉൾക്കൊള്ളുന്ന രീതി, ഇതൊക്കെയാണോ? അറിയില്ല അല്ലേ? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ സ്വന്തമായിട്ട് വാട്ട് മെയ്ഡ് യു ഹ്യൂമൻ? ഇല്ലെങ്കിൽ ചോദിക്കുക, അതിന് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുക. ഞാനൊരു ദിവസം മെട്രോയിൽ പോയിക്കൊണ്ടിരിക്കുക. സോ ഡൽഹിയിൽ മെട്രോയിൽ പോകുന്ന സമയത്ത് എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്. ആ കുട്ടി കരയുന്നുണ്ട്. അപ്പോൾ എന്തോ ഫോണിൽ വിളിച്ചിട്ട് എന്തോ ഒച്ചയിലൊക്കെ സംസാരിച്ചിട്ടാണ് ആ കുട്ടി കരയുന്നത്. പക്ഷെ എന്തിനാണ് ആ കുട്ടി കരയുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഹിന്ദിയിലായിരുന്നു കോൺവെർസേഷൻ. എനിക്ക് ഓഫ് കോഴ്സ് മനസ്സിലാവുന്നില്ലായിരുന്നു. ഞാനിങ്ങനെ ഇരിക്കുക. പക്ഷെ എനിക്ക് ആ കുട്ടീനോട് പറയണമെന്നുണ്ട്. കരയുന്ന കണ്ടപ്പോൾ കുഴപ്പമില്ല, എല്ലാം ശരിയാവും. വാട്ട് എവർ ഇറ്റ് ഇസ്, ദാറ്റ് ഇസ് ഗോണ ബി ഓൾ റൈറ്റ്. പക്ഷെ എനിക്ക് പറയാൻ പറ്റിയില്ലേ, കാരണം അടുത്തുള്ള ഒരാൾ അതെങ്ങനെ എടുക്കും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഇറങ്ങാൻ പോവാം, എൻ്റെ സ്റ്റോപ്പ് എത്താറായി. പക്ഷെ എനിക്കിത് പറയാതെ ഇറങ്ങാൻ പറ്റില്ല. ഞാൻ വേഗം തിരിഞ്ഞിട്ട് ഈ കുട്ടീനോട് പറഞ്ഞു, എന്തിലൂടെയാണ് താൻ പോകുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ വാട്ട് എവർ ഇറ്റ് ഇസ്, ദാറ്റ് ഇസ് ഗോണ ബി ഓൾ റൈറ്റ് ടുമോറോ. സോ ഡോണ്ട് ലൂസ് യുവർ ഹോപ്പ്. ഐ ഹോപ്പ് യു ആർ ഓൾ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങാൻ പോവാം. അപ്പോൾ ഈ കുട്ടി പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ചു. And tears were rolling out of her eyes. And പുള്ളിക്കാരി എന്നോട് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞു. And that moment, the thank you and the tears in her eyes, I think that made me human. The quality to understand another person, or the quality to understand what other person is going through, maybe that's what made me a human. And ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു ഫീൽഡും അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഫീൽഡാണ്. So I relate a lot to humans right now, and I really think about their mental health and the toxic environment they are all facing about it. അപ്പോൾ ഞാനെന്നൊരു വ്യക്തി എന്ന് പറയുന്നത്, ഞാൻ ജനിച്ചപ്പോഴേ ഞാൻ ഇങ്ങനെയല്ലല്ലോ, ഞാൻ ഇങ്ങനെ ആയി വന്നതല്ലേ എൻ്റെ ഇത്ര നാളത്തെ ലൈഫിനുള്ള. അപ്പോൾ ഞാൻ ഇത്ര നാള് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചുറ്റുമുണ്ടായിരുന്ന ആൾക്കാരും എൻ്റെ ചുറ്റുമുണ്ടായിരുന്ന എൻവയോൺമെൻ്റ് ഒക്കെയാണ്. സോ ഞാൻ എൻവയോൺമെൻറ്റിൽ നിന്നും കുറേ എൻ്റെ ചുറ്റും ഉണ്ടായിരുന്ന ആൾക്കാരിൽ നിന്നും പഠിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, ലോഡ് ഓഫ് തിങ്സ്, ആൻഡ് ഐ റിയലി വോണ്ട് ഷെയർ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഐ എം ഗോണ ഡു എ 10 ഷോർട്സ് വീഡിയോസ് about the life lessons that I've learned from other person, which I think made me a human being. So I hope you will all like it. ആ വീഡിയോസ് എല്ലാം കാണുക, ഷോർട്സ് ഒക്കെ കാണുക. നിങ്ങൾക്ക് അതിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഇഫ് ദർ ഇസ് സം അതർ പേഴ്സൺ ഹു യു വോണ്ട് ടു ഷെയർ ഇറ്റ്, പ്ലീസ് ഷെയർ ഇറ്റ്. താങ്ക് യു.